കൃപയുടെ പാതയിൽ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിന്റെ കുഞ്ഞു മാലാഖ കുട്ടികളെ, സുഖമാണോ എല്ലാവർക്കും? സന്തോഷമാണോ എല്ലാവർക്കും? എന്താ നിങ്ങളുടെ സന്തോഷത്തിന് കാരണം? നമ്മൾ ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലേ. ടീച്ചർക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളിപ്പോ എത്ര പാഠം പഠിച്ചു കഴിഞ്ഞു? 3 പാഠം വരെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇന്ന് എത്രാമത്തെ പാഠം പഠിക്കാൻ പോകുന്നേ? 4ാമത്തെ പാഠം. അപ്പൊ 4ാമത്തെ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടീച്ചർ ഒരു കഥ പറഞ്ഞു തന്നാലോ? ഇഷ്ടല്ലേ കഥ കേൾക്കാനായിട്ട്? എന്ത് ചോദ്യമല്ലേ ടീച്ചറെ, ആർക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലാത്ത? അപ്പൊ ടീച്ചർ ഒരു കഥ പറഞ്ഞുതരാം. ഇജോ എന്ന പേരായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. എന്താ കുട്ടിയുടെ പേര്? ഇജോ. ഇജോ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിയല്ല, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വലിയ ചേട്ടനാണ്. അപ്പൊ ഇജോ ചേട്ടന്റെ കഥയാണ് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇജോ ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളതെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല അല്ലേ? ടീച്ചർ പറഞ്ഞുതരാം. ഇജോ ചേട്ടന്റെ വീട്ടില് ഇജോ ചേട്ടന്റെ അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, പിന്നെ ഇജോ ചേട്ടനുണ്ട്. നിങ്ങളെ പോലെ തന്നെ നല്ല മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയാണ് ഇജോ ചേട്ടൻ. പക്ഷേ ഇജോ ചേട്ടന് ഒരു ചീത്ത സ്വഭാവമുണ്ട്. എന്താണെന്നറിയോ അത്? ഇജോ ചേട്ടന്റെ അപ്പച്ചന്റെ പോക്കറ്റിൽ നിന്ന് കാശ് കട്ടെടുക്കും. അതൊരു ചീത്ത സ്വഭാവമാണല്ലേ. പലവട്ടം അപ്പച്ചന് ഇത് പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ഇജോ ചേട്ടന് ഒരുപാട് തല്ല് കിട്ടിയിട്ടുണ്ട്, ചീത്ത കേട്ടിട്ടുണ്ട്. ഇജോ ചേട്ടന് യാതൊരുവിധ കുലുക്കവുമില്ല. എന്തിനായിരിക്കും ഇജോ ചേട്ടൻ ഇങ്ങനെ അപ്പച്ചന്റെ പോക്കറ്റിൽ നിന്ന് കാശ് കട്ടെടുക്കുന്നുണ്ടാവാ? നിങ്ങൾ ആലോചിച്ചൂല അത്? എന്തിനാണെന്നറിയോ? ഇജോ ചേട്ടനെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട്. ഈ ഗ്യാങ്ങിന്റെ മുൻപിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ടാ ഇജോ ചേട്ടൻ അപ്പച്ചന്റെ പോക്കറ്റിൽ നിന്ന് കാശ് കട്ടെടുക്കുന്നേ. ഒരു ദിവസം ഇജോ ചേട്ടൻ അപ്പച്ചന്റെ പോക്കറ്റിൽ നിന്ന് 100 രൂപ കട്ടെടുത്തു. ഇവരെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് വൈകുന്നേരങ്ങളിൽ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടും. എന്തിനാണെന്നറിയോ? ഫുട്ബോൾ കളിക്കാനായിട്ട്. ഈ 100 രൂപ കട്ടെടുത്ത ദിവസവും പതിവ് പോലെ ഫ്രണ്ട്സ് എല്ലാവരും ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി ഫുട്ബോളൊക്കെ കളിച്ച് ക്ഷീണിച്ച് അങ്ങനെ ഗ്രൗണ്ടിലിരിക്കാം. അപ്പോൾ ഇജോ ചേട്ടന് മനസ്സിലായി, ഇത് തന്നെ പറ്റിയ അവസരം. ഇജോ ചേട്ടൻ തൻ്റെ പോക്കറ്റിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന 100 രൂപ എടുത്ത് ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഫ്രണ്ട്സിന് ആകെ അത്ഭുതമായി. അവർ ചോദിച്ചു, ഇജോയെ നിനക്ക് എവിടെ നിന്ന് ഈ കാശ് കിട്ടിയേ? അപ്പോൾ ഇജോ ചേട്ടൻ പറഞ്ഞു, ഈ കാശ് എനിക്ക് എൻ്റെ അപ്പച്ചൻ തന്നതാ. കളിച്ചു കഴിയുമ്പോൾ എനിക്ക് എന്തായാലും വിശക്കുകയും ദാഹിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ മേടിക്കാനായിട്ട് എൻ്റെ അപ്പച്ചൻ എനിക്ക് തന്ന കാശായത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം വന്നാൽ മതി, നമുക്ക് കടയിൽ പോയിട്ട് ഭക്ഷണം മേടിച്ച് കഴിക്കാമെന്ന് ഇജോ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ ഫ്രണ്ട്സൊക്കെ കൂടി കടയിലൊക്കെ പോയി ഈ 100 രൂപ ലാവിഷായിട്ട് ചെലവഴിച്ചു. അങ്ങനെ ഇജോ ചേട്ടൻ ഫ്രണ്ട്സിൻ്റെ മുൻപിൽ വലിയ ആളായി. കളിയൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് പോയി. ഇജോ ചേട്ടൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വീടിനടുത്ത് എത്താറാകും തോറും ഇജോ ചേട്ടൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി വന്നു. എന്തുകൊണ്ടാണ് ഹാർട്ട് ബീറ്റ് കൂടിയെന്നറിയോ? എന്തായാലും അപ്പച്ചൻ അറിഞ്ഞിട്ടുണ്ടാവും കാശ് കട്ടെടുത്ത വിവരം. മാത്രമല്ല അപ്പച്ചനൊരു വാണിങ്ങും ഇജോ ചേട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു വാണിംഗ് എന്നറിയോ? ഇനി അപ്പച്ചൻ അറിയാതെ കാശ് കട്ടെടുക്കുകയാണെങ്കിൽ അപ്പച്ചൻ ഇജോ ചേട്ടനെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഇതാണ് അപ്പച്ചൻ കൊടുത്തിരുന്ന വാണിംഗ്. ഇതൊക്കെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇജോ ചേട്ടൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി വന്നത്. പക്ഷെ വീട്ടിലേക്ക് പോവാതിരിക്കാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ? സമയമാണെങ്കിൽ രാത്രി ആവാറായി. ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ച് ഇജോ ചേട്ടൻ അങ്ങനെ നടന്ന് വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴതാ വീടിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പച്ചൻ നല്ല ദേഷ്യത്തിൽ അമ്മച്ചിനോട് പറയുന്നതാ കേൾക്കുന്നേ. ഇന്ന് ഇജോ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കട്ടെടുത്തു, അവനിങ്ങ് വരട്ടെ, ശരിയാക്കി കൊടുക്കണ്ട ഞാൻ അവനിന്ന് ഞാൻ വീട്ടിൽ കയറ്റില്ല. ഇങ്ങനെ അപ്പച്ചൻ ദേഷ്യത്തിൽ പറയുന്നതാണ് ഇജോ ചേട്ടൻ കേട്ടത്. ഇജോ ചേട്ടൻ്റെ ഉള്ള ധൈര്യം അങ്ങ് പോയി. അപ്പച്ചൻ്റെ മുൻപിൽ ചെല്ലുവാനുള്ള ധൈര്യം പോലും ഇജോ ചേട്ടനില്ല. ഇജോ ചേട്ടൻ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ ഇന്ന് എന്തായാലും വീട്ടിൽ കയറണില്ല, എവിടെയെങ്കിലും പോയിട്ട് ഒളിച്ചിരിക്കാൻ പോവാന്ന് പറഞ്ഞ് വീടിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പിൽ ചെന്നിട്ട് ഒളിച്ചിരുന്നു. അപ്പോൾ വീട്ടിൽ അപ്പച്ചന് ദേഷ്യമൊക്കെ ഉണ്ട്. എന്നാലും സമയം പോകും തോറും അപ്പച്ചൻ്റെ ദേഷ്യം കുറഞ്ഞു വന്ന് അത് മകനെ കാണാത്തതിലുള്ള സങ്കടമായിട്ട് മാറി. ആ അപ്പച്ചൻ എന്താ ചെയ്തേന്നറിയോ? ആ അപ്പച്ചൻ ഇജോ ചേട്ടനെ അന്വേഷിച്ചിറങ്ങി. ഇജോ നീ എവിടെയാന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക.
അപ്പൊ തൊട്ടടുത്ത പറമ്പില് ഇജോ ചേട്ടൻ ഇരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പച്ചൻ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പച്ചൻ വിളിക്കുന്നത് കേട്ടപ്പോ സത്യം പറഞ്ഞ ഇജോ ചേട്ടന് സങ്കടായി. എന്തുകൊണ്ടാണെന്നറിയോ? ഇജോ ചേട്ടൻ അപ്പച്ചൻ പറഞ്ഞത് അനുസരിച്ചില്ല അല്ലേ? അപ്പച്ചനെ വേദനിപ്പിച്ചു. എന്നിട്ടും തന്നെ കാണാതായപ്പോൾ അന്വേഷിച്ചു വന്ന അപ്പച്ചന്റെ സ്നേഹത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഇജോ ചേട്ടന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഇജോ ചേട്ടൻ ഓടി ചെന്ന് അപ്പച്ചനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അപ്പച്ചാ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റാണ്, ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല. അങ്ങനെ ഇജോ ചേട്ടൻ അപ്പച്ചനൊക്കെ കൂടി സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോയി. ഇതാണ് കഥ. ഇഷ്ടായോ കഥ? നല്ല കഥയല്ലേ? അപ്പൊ അവിടെ ആരും എണീറ്റ് നിൽക്കുന്നുണ്ടല്ലോ. ആരാ എണീറ്റ് നിൽക്കുന്നേ? ജോമോനാണോ? സംശയമാണോ? എന്താ സംശയം? കേക്കട്ടെ. ജോമോൻ ചോദിച്ച സംശയം നിങ്ങൾ കേട്ടോ? ഇല്ല അല്ലേ? ടീച്ചർ കേട്ടു. ടീച്ചർ പറഞ്ഞു തരാം. നമ്മളിപ്പൊ കേട്ട കഥയില് ഇജോ ചേട്ടന്റെ അപ്പച്ചൻ പറഞ്ഞത് ഇജോ ചേട്ടൻ അനുസരിച്ചില്ല അല്ലേ? ഇതുപോലെ ദൈവം പറഞ്ഞ എന്തോ ഒരു കാര്യം ആദവും ഹവ്വയും അനുസരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ 3-ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടെന്നാ ജോമോൻ പറയണേ. ആർക്കത് പറയാൻ പറ്റാ? ലെനക്സ് അവിടെ നിന്ന് എണീറ്റ് നിൽക്കുന്നുണ്ടല്ലോ. പറഞ്ഞേ മോനെ. ശരി ഉത്തരാണ് ലെനക്സ് പറഞ്ഞത്. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുതെന്ന് ദൈവം ആദത്തിനോടും ഹവ്വയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അവരതനുസരിച്ചില്ല. അപ്പൊ ജോമോന്റെ സംശയം ഇതാണ്, ഇജോ ചേട്ടന്റെ അപ്പച്ചൻ പറഞ്ഞത് അനുസരിക്കാതിരുന്നപ്പോൾ അപ്പച്ചന് എന്തു തോന്നി? ദേഷ്യം തോന്നിയില്ലേ? ഒരു ശിക്ഷ കൊടുക്കണമെന്ന് അപ്പച്ചൻ തീരുമാനിച്ചിരുന്നു. ഇതുപോലെ ദൈവം പറഞ്ഞത് ആദവും ഹവ്വയും അനുസരിക്കാതിരുന്നപ്പോൾ ദൈവത്തിന് അവരോട് ദേഷ്യം തോന്നിയോ? എന്തെങ്കിലും ശിക്ഷ അവർക്ക് കൊടുക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരുന്നോ? ഇതാണ് ജോമോന്റെ സംശയം. നല്ല സംശയമാണല്ലേ? നിങ്ങളുടെ എല്ലാവരും മനസ്സിൽ ഈ സംശയം ഉണ്ടായിരുന്നോ? എന്നാൽ ആ സംശയത്തിനുള്ള ഉത്തരങ്ങളൊക്കെയാണ് നമ്മൾ 4-ാം പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സമയം കളയാതെ നമുക്ക് 4-ാം പാഠത്തിലോട്ട് കടന്നാലോ? ആദ്യം പാഠത്തിന്റെ പേര് തന്നെ പറയാല്ലേ? 4-ാം പാഠത്തിന്റെ പേരാണ് പാപം മൂലം വന്ന ശിക്ഷ. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു ശിക്ഷയെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കാം നമുക്ക് എന്താ പഠിക്കാനുള്ളതെന്ന്. ആരാണ് ആദത്തെയും ഹവ്വയും സൃഷ്ടിച്ചത്? ദൈവമാണല്ലേ. ദൈവത്തിന് ആദത്തിനോടും ഹവ്വയോടും ഒരുപാട് സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഏദേൻ തോട്ടത്തിലേക്ക് വരും. എന്തിനാണെന്നറിയോ? ആദത്തിന്റെയും ഹവ്വയുടെയും കൂടെ കൂട്ടുകൂടാൻ, അവരുടെ ഒപ്പം കളിക്കാൻ, ചിരിക്കാൻ, അവരുടെ ഒപ്പം ആയിരിക്കാനായിട്ട് ദൈവം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഏദേൻ തോട്ടത്തിലേക്ക് വരും. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ആദവും ഹവ്വയും ഭക്ഷിച്ച ആ ദിവസവും പതിവ് പോലെ ദൈവം ഏദേൻ തോട്ടത്തിലേക്ക് വന്നു. സാധാരണ ദൈവം വന്നു എന്നറിഞ്ഞാലേ ആദത്തിന്റെയും ഹവ്വയുടെയും മനസ്സിൽ ഒരുപാട് സന്തോഷമായിരിക്കും. അവർ ഓടിച്ചാടി ആരാണ് ദൈവത്തിന്റെ അടുത്ത് ആദ്യം എത്താന്നുള്ള രീതിയിൽ ഓടി ചെല്ലുമായിരുന്നു. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ച ആ ദിവസമുണ്ടല്ലോ, ദൈവത്തിന്റെ കാലൊച്ച കേട്ടപ്പോൾ ആദത്തിനും ഹവ്വയ്ക്കും പേടിയായി. അവർക്ക് എന്താ സംഭവിച്ചേ? അവർക്ക് പേടി വന്നു. അപ്പൊ റോഷ്നി മോൾ അവിടുന്ന് ചോദിക്കുക, അവർക്ക് പേടി വന്നപ്പോ അവരെന്താ ചെയ്തേന്ന്. ഇജോ ചേട്ടന് പേടി വന്നപ്പോ ഇജോ ചേട്ടൻ എന്താ ചെയ്തേ? തൊട്ടടുത്തുള്ള പറമ്പിൽ പോയിട്ട് ഒളിച്ചിരുന്നു അല്ലേ? ഇതേപോലെ ആദത്തിനും ഹവ്വയ്ക്കും പേടി വന്നപ്പോൾ അവരെന്താ ചെയ്തേന്ന് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിപ്രകാരമാണ്, പുരുഷനും ഭാര്യയും അവിടുത്തെ മുൻപിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവരെന്താ ചെയ്തേ? നമ്മൾ 2-ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ? ഏദേൻ തോട്ടത്തിൽ വലിയ ഉയരത്തിലുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ഈ മരങ്ങൾക്കിടയിൽ പോയിട്ട് അവർ ഒളിച്ചു. അപ്പൊ ഇവിടെ ദൈവം ആദത്തെയും ഹവ്വയെയും കാണാൻ വേണ്ടി വന്നിരിക്കാം. പക്ഷെ അവരെ കാണാനില്ല അല്ലേ? ദൈവത്തിന് അങ്ങ് സങ്കടായി. താൻ സൃഷ്ടിച്ച ആദവും ഹവ്വയും തന്നിൽ നിന്ന് അകന്നതറിഞ്ഞ് ദൈവം ദുഃഖിച്ചു. ദൈവം അവരെ അന്വേഷിച്ചിറങ്ങി. ആദാം നീ എവിടെയാന്ന് ചോദിച്ചുകൊണ്ട് ദൈവം അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആദവും ഹവ്വയും കേൾക്കുന്നുണ്ട് കേട്ടോ ദൈവം അവരെ വിളിക്കുന്നത്. ആദവും ഹവ്വയും ഇങ്ങനെ മറുപടി പറഞ്ഞു, ദൈവമേ, അങ്ങയുടെ മുൻപിൽ വരുവാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. അവർക്ക് എന്താ ഇല്ലാതെ പോയത്?
അവർക്ക് ധൈര്യമില്ല ദൈവത്തിന്റെ മുൻപിൽ വരുവാൻ. എന്തുകൊണ്ടായിരിക്കും കുഞ്ഞുമക്കളെ അവർക്ക് ധൈര്യമില്ലാതെ പോയത്? ഇജോ ചേട്ടനും ഇതേപോലെ അപ്പച്ചന്റെ മുൻപിലോട്ട് പോവാൻ ധൈര്യം ഉണ്ടായില്ല അല്ലെ? എന്തുകൊണ്ടാ ധൈര്യം ഉണ്ടാവാതെ പോയത്? ഇജോ ചേട്ടൻ അപ്പച്ചൻ പറഞ്ഞത് അനുസരിച്ചില്ല. ഇതുപോലെ ആദവും ഹവ്വയും ദൈവം പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ദൈവത്തിന്റെ മുൻപിൽ വരുവാൻ ധൈര്യമില്ലാതെ പോയത്. ദൈവകൽപ്പന ലംഘിച്ചതിനാലാണ് ആദത്തിനും ഹവ്വയ്ക്കും ദൈവത്തിന്റെ മുൻപിൽ വരുവാൻ ധൈര്യമില്ലാതിരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ദൈവത്തിനൊരു കാര്യം മനസ്സിലായി. താൻ പറഞ്ഞത് ഇവരനുസരിച്ചിട്ടില്ല. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ഇവർ ഭക്ഷിച്ചു. ദൈവകൽപ്പന ലംഘിച്ചതിനാൽ അവർക്കൊരു ശിക്ഷ നൽകാൻ ദൈവം തീരുമാനിച്ചു. എന്ത് ശിക്ഷയാണ് ദൈവം അവർക്ക് കൊടുത്തതെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടല്ലേ? വേഗം പറയാനല്ലേ പറയുന്നേ. അങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. ആദവും ഹവ്വയും എവിടെയാണ് താമസിച്ചിരുന്നത്? ഏതേൻ തോട്ടത്തിൽ. മിടുക്കന്മാർ എല്ലാവരും ഉത്തരം പറഞ്ഞു. ദൈവം നൽകിയ ശിക്ഷ ഇതാണ്. ദൈവം അവരെ ഏതേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്ത് ശിക്ഷയാ കൊടുത്തേ? ദൈവം അവരെ ഏതേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഏതേൻ തോട്ടത്തിൽ നിന്ന് ആദത്തിനെയും ഹവ്വനെയും പുറത്താക്കിയെങ്കിലും ദൈവത്തിന് അവരോട് കരുണ തോന്നി. ദൈവം അവർക്കൊരു രക്ഷ വാഗ്ദാനം ചെയ്തു. എന്തുകൊണ്ടായിരിക്കും കുഞ്ഞുമക്കളെ ദൈവത്തിന് അവരോട് കരുണ തോന്നിയത്? ദൈവം ആദത്തെയും ഹവ്വയെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു അല്ലേ? ഇതുപോലെ ദൈവം നമ്മെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മൾ വേദനിപ്പിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ എപ്പോഴാ ദൈവത്തെ വേദനിപ്പിക്കാം? എപ്പോഴാ? നമ്മൾ പാപം ചെയ്യുമ്പോൾ. നാം പാപം ചെയ്യുമ്പോൾ ദൈവം വേദനിക്കുന്നു. അപ്പൊ നമ്മൾക്കൊരു തീരുമാനം എടുത്താലോ? ഒരുമിച്ചൊരു തീരുമാനം എടുക്കാം. നമ്മൾ എടുക്കുന്ന തീരുമാനം ഇതാണ്. നമ്മൾ ഇത്രമാത്രം സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ദൈവത്തെ ഒരിക്കലും പാപം ചെയ്ത് നമ്മൾ വേദനിപ്പിക്കില്ല. ഈ തീരുമാനം നമ്മൾ ഒരുമിച്ചാണ് എടുത്തത്. ആരും ഇത് ലംഘിക്കാനായിട്ട് പാടില്ല. അപ്പൊ കുറെ നേരമായിട്ട് നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ടീച്ചർ ഒരു ഹോംവർക്ക് തന്നാലോ നിങ്ങൾക്ക്? ചെയ്യോ? എല്ലാവരും ചെയ്യും. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് പിടിച്ചിട്ടാണോ ഇരിക്കുന്നത്? ടെക്സ്റ്റ് ബുക്ക് കയ്യിലില്ലാത്തൊരു ഓടിപ്പോയിട്ട് ടെക്സ്റ്റ് എടുത്തിട്ട് വന്നോ? ഇത്ര പെട്ടെന്ന് വന്നോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 23 എടുക്കാം. അതിൻ്റെ ഉള്ളിൽ ചിത്രം നോക്കി കഥ പറയാമോ എന്നുള്ളൊരു ആക്ടിവിറ്റി കണ്ടു അല്ലേ? 6 പടങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 6 പടങ്ങളുടെ ഉള്ളിലായിട്ട് ഒരു കഥ ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ കഥ കണ്ടുപിടിക്കണം. ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? മാതാപിതാക്കളുടെ സഹായത്തോടെ വേണം അത് കണ്ടുപിടിക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫോൺ എടുത്ത് ആ കഥ അതിൻ്റെ ഉള്ളിൽ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ കാറ്റീസൻ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. എല്ലാ മാലാഖ കുട്ടികളും ഇത് ചെയ്യൂലേ? എനിക്കറിയാം, എല്ലാവരും മിടുക്കരാണ്, ചെയ്യുമെന്ന് ടീച്ചർക്ക് അറിയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ? പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാ കുഞ്ഞുമക്കളും കൈ കൂപ്പി പിടിക്കാം, കണ്ണടച്ച് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ലവനായ ദൈവമേ, പാപം ചെയ്ത് അങ്ങയെ വേദനിപ്പിക്കാതിരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.